ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാൾസ് ബോഡ്ലെയർ എഴുതിയ ബ്യൂട്ടി എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഥറിനെ പറ്റിയിട്ടാണ്. ചാൾസ് ബോഡ്ലെയർ. ഇദ്ദേഹം ജനിക്കുന്നത് ഏപ്രിൽ 9, 1821 ഫ്രാൻസിൽ വെച്ചിട്ട്. മരണപ്പെടുന്നത് ആഗസ്റ്റ് 31, 1867 അതും ഫ്രാൻസിൽ തന്നെ വെച്ചിട്ടാണ്. 19-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ ഫ്രഞ്ച് കവിയും നിരൂപകനും പരിഭാഷകനുമാണ് ചാൾസ് ബോഡ്ലെയർ. ഉപന്യാസകൻ, കലാനിരൂപകൻ, വിവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ദ ഫ്ലവേഴ്സ് ഓഫ് ഈവിൾ. ഈ കവിതാ സമാഹാരത്തിൻ്റെ ഭാഗമാണ് ബ്യൂട്ടി എന്ന കവിതയും ദ ഐഡിയൽ എന്ന കവിതയും. ഇതിലെ ബ്യൂട്ടി എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പോയത്തിന് 14 ലൈൻസാണുള്ളത്. 1857 ഈ ഒരു പോം പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഫ്രഞ്ച് ലാംഗ്വേജിലാണ് ഇദ്ദേഹം ഇത് എഴുതിയത്. പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വാൾട്ടർ മാർട്ടിൻ ആണ്. പിന്നെ ഈ ഒരു പോയം എക്സ്പ്ലോർ ചെയ്യുന്നത് സ്ത്രീ രൂപത്തിൽ പ്രകടമാകുന്ന ശാരീരിക സൗന്ദര്യത്തിൻ്റെ ആദർശമാണ്. ഇനി നമുക്ക് സ്റ്റാൻസ വൈസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റാൻസ: ആം ഫെയർ ഓ മോർട്ടൽസ് ലൈക്ക് എ ഡ്രീം കാർവ്ഡ് ഇൻ സ്റ്റോൺ, ആൻഡ് മൈ ബ്രസ്റ്റ് വേർ ഈച്ച് വൺ ഇൻ ടേൺ ഹാസ് ബ്രൂയിഷ്ഡ് ഹിംസെൽഫ് is made to inspire in the poet allow as eternal and silent as matter. ഫസ്റ്റ് സ്റ്റാൻസയിൽ സ്പീക്കർ മനുഷ്യരെ അഭിസംബോധന ചെയ്യുകയാണ്, അഡ്രസ്സ് ചെയ്യാണ്. മോർട്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ ആം ഫെയർ ഓ മോർട്ടൽസ് ലൈക്ക് എ ഡ്രീം കാർവ്ഡ് ഇൻ സ്റ്റോൺ. ഞാൻ സുന്ദരിയാണ് എൻ്റെ മനുഷ്യരെ, ഏതുപോലെ? കല്ലിൽ കൊത്തിയെടുത്ത സ്വപ്നം പോലെ. ഇവിടെ കല്ലിൽ കൊത്തിയെടുത്ത സ്വപ്നവുമായിട്ടാണ് ആ ഒരു സുന്ദരിയെ താരതമ്യം ചെയ്തിരിക്കുന്നത്. കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള പ്രതിമ പോലെ സ്ഥിരവും മാറ്റവുമില്ലാത്തതാണ് സൗന്ദര്യമെന്നാണ് ഇവിടെ പറയുന്നത്. ബ്യൂട്ടി എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആണ്. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് ആൻഡ് മൈ ബ്രസ്റ്റ് വേർ ഈച്ച് വൺ ഇൻ ടേൺ ഹാസ് ബ്രൂയിഷ്ഡ് ഹിംസെൽഫ്. ഇവിടെ ബ്രസ്റ്റ് സിംബലൈസ് ചെയ്യുന്നത് ഹാർട്ടിനെയോ എസെൻസ് ഓഫ് ബ്യൂട്ടിയോ ഒക്കെയാണ്. ഈസ് മെയ്ഡ് ടു ഇൻസ്പയർ ദ പോയറ്റ് എ ലവ്. ഇവിടെ പറയുന്നത് ബ്യൂട്ടിയുടെ എയിമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്യൂട്ടിയുടെ എയിം എന്നത് പോയറ്റ്സിനെയൊക്കെ പ്രചോദിപ്പിക്കുക എന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്യൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്? പോയറ്റ്സിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വേറൊരർത്ഥം പറയുന്നത് സ്പീക്കറുടെ മനസ്സിൽ ബ്യൂട്ടിയെ പറ്റിയുള്ള ഡീപ്പായിട്ടുള്ള ഫീലിങ്സിനൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ആസ് ഇറ്റേണൽ ആൻഡ് സൈലൻ്റ് ആസ് മാറ്റർ. ലാസ്റ്റ് ലൈനിൽ ബ്യൂട്ടിയുടെ സ്നേഹം ശ്വാശ്വതവും ശബ്ദരഹിതവുമായ ഒരു വസ്തുവിനെ പോലെയാണെന്നാണ് പറയുന്നത്. അതായത് പോയറ്റ് സൗന്ദര്യത്തെയും പ്രണയത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ത്രീയുടെ അഭിപ്രായത്തിൽ അതെന്താണ്? ഇറ്റേണലും മ്യൂട്ടുമാണ്. സെക്കൻഡ് സ്റ്റാൻസ: ഓൺ എ ത്രോൺ ഇൻ ദ സ്കൈ എ മിസ്റ്റീരിയസ് സ്പിങ്സ്, ഐ ജോയിൻ എ ഹാർട്ട് ഓഫ് സ്നോ ടു ദ വൈറ്റ്നെസ് ഓഫ് സ്വാൻസ്, ഐ ഹേറ്റ് മൂവ്മെൻറ്റ് ഫോർ ഇറ്റ് ഡിസ്പ്ലേസസ് ലൈൻസ്, ആൻഡ് നെവർ ഡു ഐ വീപ്പ് ആൻഡ് നെവർ ഡു ഐ ലാഫ്. ബ്യൂട്ടി ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കർ ആദ്യത്തെ ലൈനിൽ ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് സ്പിങ്സിനെയാണ്. സ്പിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്തിക്കൽ ക്രിയേച്ചറാണ്. ആ ക്രിയേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ ശരീരവും ഹ്യൂമൻ്റെ തലയാണുള്ളത്. സ്പിങ്സിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമ്മൾ സ്പിങ്സിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനിയുള്ളത് ത്രോൺ ഇൻ ദ സ്കൈ. അങ്ങനെ പറഞ്ഞാൽ ആകാശത്തിലെ സിംഹാസനം. ഇതിലൂടെ സ്പീക്കർ സൂചിപ്പിക്കുന്നത് ഡിവൈൻ സ്റ്റാറ്റസിനെയാണ്, ഒരു ദൈവിക പദവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ സ്പീക്കർ നമുക്ക് പറഞ്ഞു തരുന്നത് സൗന്ദര്യം എന്നത് ഉയർത്തപ്പെടുകയും ബഹുമാനിക്കപ്പെടേണ്ടതും ചെയ്യേണ്ടതാണെന്നാണ്. ഐ ജോയിൻ എ ഹാർട്ട് ഓഫ് സ്നോ ടു ദ വൈറ്റ്നെസ് ഓഫ് സ്വാൻസ്. രണ്ടാമത്തെ ലൈനിൽ പോയറ്റ്
പ്യൂരിറ്റിയും എലഗൻസും കൺവേ ചെയ്യാനായിട്ട് ഇമേജിനറി യൂസ് ചെയ്യുന്നുണ്ട്. ദ ഹാർട്ട് ഓഫ് സ്നോ, മഞ്ഞിൻ്റെ ഹൃദയം. ഇത് സിംബലൈസ് ചെയ്യുന്നത് കോൾഡിനെയും അൺയീൽഡിങ് ക്വാളിറ്റീനെയുമാണ്, തണുപ്പിനെയും അതായത് വഴങ്ങാത്ത ക്വാളിറ്റിയെയും. ഇനി രണ്ടാമത്തെ ഇമേജറി പറയുന്നത് വൈറ്റ്നസ് ഓഫ് സ്വാൻസ് ആണ്, അരയന്നങ്ങളുടെ വെളുത്ത നിറം. ഈ ഇമേജറിയിലൂടെ അർത്ഥമാക്കുന്നത് ഗ്രേസും ബ്യൂട്ടിയുമാണ്. ഈ രണ്ട് ഇമേജറിയും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ബ്യൂട്ടിയുടെ സങ്കീർണതയാണ്. ഈ ഹാർട്ട് ഓഫ് സ്നോ, വൈറ്റ്നസ് ഓഫ് സ്വാൻസ് ഇവ രണ്ടും ചേർത്ത് വെക്കുമ്പോൾ ബ്യൂട്ടിയുടെ ഡ്യുവാലിറ്റി ആയിട്ടുള്ള നേച്ചറാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. തേർഡ് ലൈൻ, ഐ ഹേറ്റ് മൂവ്മെൻറ്റ് ഫോർ ഇറ്റ് ഡിസ്പ്ലേസസ് ലൈൻസ്. മൂന്നാമത്തെ ലൈനിൽ സൗന്ദര്യം മൂവ്മെൻറ്റ്സിനെ വെറുക്കുന്നു എന്നാണ് പറയുന്നത്. മൂവ്മെൻറ്റ്സ് കൊണ്ട് ബ്യൂട്ടിയുടെ ഹാർമണിയെ നശിപ്പിക്കും. ഫോർത്ത് ലൈൻ, ആൻഡ് നെവർ ഡു ഐ വീപ്പ് ആൻഡ് നെവർ ഡു ഐ ലാഫ്. അവൾ കരയുകയോ ചിരിക്കുകയോ ചെയ്യില്ലെന്നാണ് സ്പീക്കർ പറയുന്നത്. സൗന്ദര്യം എന്നത് മനുഷ്യൻ്റെ ഇമോഷനേക്കാളും അതീതമാണ്. സന്തോഷമോ സങ്കടമോ തുടങ്ങിയ ഫീലിങ്സ് ഒന്നും എഫക്റ്റ് ചെയ്യാതെ ബ്യൂട്ടി നിലനിൽക്കും. തേർഡ് സ്റ്റാൻസ, പോയറ്റ്സ് ബിഫോർ മൈ ഗ്രാൻഡിയോസ് പോസസ് വിച്ച് ഐ സീം ടു അസ്യൂം ഫ്രം ദ പ്രൗഡസ്റ്റ് സ്റ്റാറ്റ്യൂസ് വിൽ കൺസ്യൂം ദ ലിവ്സ് ഇൻ ഓസ്റ്റിയർ സ്റ്റഡി. ഇവിടെ ആദ്യത്തെ ലൈനിൽ പോയറ്റ്സ് ബിഫോർ മൈ ഗ്രാൻഡിയോസ് പോസസ്, സൗന്ദര്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയറ്റ്സിനെ ഇവിടെ സ്പീക്കർ നേരിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ്, നേരിട്ട് അഭിസംബോധന ചെയ്യുകയാണ്. ഗ്രാൻഡിയോസ് പോസസ് എന്ന വേർഡ് സൂചിപ്പിക്കുന്നത് സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി ആണ്. ഇനി സെക്കൻഡ് ലൈന്, വിച്ച് ഐ സീം ടു അസ്യൂം ഫ്രം ദ പ്രൗഡസ്റ്റ് സ്റ്റാറ്റ്യൂസ്. അവളുടെ ഭാവങ്ങൾ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്രതിമകളോട് സാമ്യമുള്ളതാണെന്നാണ് സ്പീക്കർ ഇവിടെ അവകാശപ്പെടുന്നത്. അതായത് നമുക്കിവിടെ ഒരു കമ്പാരിസൺ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. സ്ത്രീയുടെ ഭാവങ്ങൾ ഏതുപോലെയാണ്? നല്ല ഗംഭീരമായിട്ടുള്ള, നല്ല പ്രൗഡസ്റ്റ് ആയിട്ടുള്ള പ്രതിമകളെ പോലെയാണെന്നാണ് പറയുന്നത്. ഈ കമ്പാരിസൺ എലിവേറ്റ് ചെയ്യുന്നത് ക്ലാസിക്കൽ ശില്പങ്ങൾക്ക് സമാനമായ ഒരു കലാപരമായ പൂർണ്ണത അവൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. തേർഡ് ലൈൻ, വിൽ കൺസ്യൂം ദ ലിവ്സ് ഇൻ ഓസ്റ്റിയർ സ്റ്റഡി. അതായത് പോയറ്റ്സ്, കവികൾ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഗൗരവമേറിയതും കഠിനവുമായിട്ടുള്ള ധ്യാനത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നാണ് സ്പീക്കർ ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പോയറ്റ്സ് അവളുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് അവരുടെ സമയം, അവരുടെ ടൈം അവരെന്ത് ചെയ്യുന്നുണ്ട്? ചിലവഴിക്കാറുണ്ട്. ഫോർത്ത് സ്റ്റാൻസ, ഫോർ ഐ ഹാവ് ടു എൻചാൻറ്റ് those submissive lovers, pure mirrors that make all things more beautiful. My eyes, my large, wide eyes of eternal brightness. First line, for I have to enchant those submissive lovers. സബ്മിസീവ് ലവേഴ്സ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അവളുടെ ആരാധകർ അല്ലെങ്കിൽ അവളെ പ്രണയിക്കുന്നവർ അവളുടെ ബ്യൂട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്, കീഴടങ്ങാൻ തയ്യാറാണ് എന്നാണ്. സെക്കൻഡ് ലൈൻ, പ്യുവർ മിറേഴ്സ് ദാറ്റ് മേക്ക് ഓൾ തിങ്സ് മോർ ബ്യൂട്ടിഫുൾ. സ്പീക്കർ അവളുടെ കണ്ണുകളെ പ്യുവർ മിറേഴ്സ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് പ്യുവർ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ കണ്ണാടികൾ. കണ്ണുകളാണ് നമുക്ക് എല്ലാ കാഴ്ചകളും കാണിച്ചു തരുന്നത്. നമ്മൾ കാണുന്ന ഒരാൾ എന്താണ്, സൗന്ദര്യം ഉള്ളവരാണോ അല്ലെങ്കിൽ നമുക്ക് കാണുന്ന സൗന്ദര്യം ആയിരിക്കില്ല മറ്റൊരാൾക്ക് തോന്നുന്നത്. ഇവിടെ അവളുടെ സൗന്ദര്യം അവളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ലോകത്തിൻ്റെ സൗന്ദര്യത്തെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് പോയറ്റ് പറയുന്നത്. തേർഡ് ലൈൻ, മൈ ഐസ്, മൈ ലാർജ്, വൈഡ് ഐസ് ഓഫ് ഇറ്റേണൽ ബ്രൈറ്റ്നസ്. ഇവിടെ ലാർജ്, വൈഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന സ്പീക്കറുടെ കണ്ണുകളുടെ വിശാലമായ ചിത്രീകരണത്തിലൂടെയാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഈ ഇമേജറി ആഴത്തിൻ്റെയും തീവ്രതയുടെയും സെൻസാണ് നമുക്ക് തരുന്നത്.